എനിക്കൊന്ന് സുപ്രിയ NDTV-യിലാണ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ ഈ ഒരു ഇൻ്റർവ്യൂവിന് കണ്ടു. അതാണ് ഞങ്ങൾ കുറേ സംസാരിച്ചു. ഇങ്ങനെ ബോംബെയിൽ വെച്ചിട്ട് അതിൻ്റെ അടുത്തെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, മോനെ ഞാൻ ഈ കുട്ടിയെ കണ്ടിട്ടില്ല, എനിക്ക് അറിഞ്ഞുകൂടാ. എവിടെയാണ്? പാലക്കാട്. ശരി, ഏതായാലും നിനക്കിഷ്ടമാണെങ്കിലും അതിൻ്റെ കാര്യങ്ങളൊക്കെ ഒരു ഉത്തരവാദിത്തമായിട്ട് നമുക്ക് വീട്ടിൽ നിന്ന് ഒക്കെ പോയി. ഇപ്പം നിൻ്റെ ചേട്ടൻ ഇന്ദ്രൻ്റെ കൂട്ടൊരു സോഫ്റ്റായിട്ടല്ലല്ലോ രാജുവിൻ്റെ പ്രസൻറ്റേഷൻ. അങ്ങനെ ജനതൊക്കെ ഞാൻ പറഞ്ഞു അന്വേഷിക്കട്ടെ എന്ന് പറഞ്ഞു. കുറച്ച് കഴിഞ്ഞ് എൻ്റെ സഹോദരൻ അമേരിക്കയിൽ നിന്ന് വന്നു. അപ്പം ഞങ്ങൾ അവിടെ നിന്ന് ഇങ്ങനെ സുപ്രിയയുടെ അച്ഛനും അമ്മയും ഇങ്ങോട്ട് ചില വിളികളെങ്കിൽ ഇതത്ര സീരിയസ് ആയിട്ടൊന്നും അവതരിപ്പിച്ച സമയമല്ല. പക്ഷേ ഇത് സീരിയസ് ആണോ എന്ന് നമുക്കറിയണമല്ലോ എന്തൊക്കെ പറഞ്ഞാൽ. അപ്പോൾ കാരണം രാജുവിനെ കുറേശ്ശെയൊക്കെ അവിടെ നിന്നൊക്കെ വല്ല കല്യാണം വല്ലതും ആലോചിക്കുന്നുണ്ടോ എന്നൊക്കെ ചോദ്യങ്ങളൊക്കെ പലരും ചോദിച്ചു തുടങ്ങി. മോനെ ഇതൊന്ന് അന്വേഷിക്കേണ്ടതുണ്ട്. ഞങ്ങളിങ്ങനെ പാലക്കാട് വരെ ഒരമ്മാവനേ ഉള്ളൂ, അതാണ് എൻ്റെ സഹോദരൻ. ഒന്ന് പോയി. അപ്പോൾ കുട്ടിയെ കണ്ടു, ഇങ്ങനെയൊക്കെ പറഞ്ഞു. അപ്പോൾ പറഞ്ഞു, അല്ല അത് ഞങ്ങളുടെ അടുത്ത് നേരത്തെ പറഞ്ഞു, അല്ലെങ്കിലും രാജു ആയതുകൊണ്ട് തീർച്ചയായിട്ടും എന്താണ് അവിടുത്തെ റിയാക്ഷൻ എന്ന് അറിയണമെന്ന് ഞങ്ങൾ സുപ്രിയയുടെ അടുത്ത് പറഞ്ഞിരുന്നു. അപ്പം ഞാൻ പറഞ്ഞു, എന്നെ സംബന്ധിച്ച് ഞാൻ എൻ്റെ മക്കളുടെ ശത്രുവായിട്ട് ജീവിക്കാൻ ആഗ്രഹിക്കാത്ത ഒരു അമ്മയാണ്. പിന്നെ ചോയ്സ് ഡിപ്പെൻസ്. എന്താണ് അവന് ആഗ്രഹം എന്ന് വെച്ചാൽ അതിനനുസരിച്ചുള്ള പെൺകുട്ടിയാണെന്നുള്ളത് അവൻ തീരുമാനിക്കണം. നാളെ വന്നിട്ട് ഞാൻ പറഞ്ഞിട്ട് കേട്ടില്ലമ്മേ, ഞങ്ങൾ പിണങ്ങിയമ്മേ, ഇങ്ങനെയൊന്നും കള്ള കഥയൊന്നും കേൾക്കാൻ ഞാൻ കൂടെ നിൽക്കത്തില്ല. അതേ പറഞ്ഞിട്ടുണ്ടേ.